ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ വീഡിയോൻ്റെ അടിയിൽ വന്നൊരു കമൻറ്റാണ് കേട്ടോ ഇത്. അപ്പോൾ ഞാൻ വിചാരിച്ചു വന്നാൽ പിന്നെ ആ കുട്ടിക്ക് ഒന്ന് സന്തോഷമാവാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് കണ്ണൊക്കെ എഴുതി കാണിച്ചു കൊടുത്താലോ എന്ന്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പെട്ടെന്ന് തന്നെ പോയാലോ. അപ്പം ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ഓടിപ്പോയി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അല്ലേ. ഫസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കണ്ണെഴുതാൻ ഉപയോഗിക്കുന്നത് ഈ കാജലാണ് കേട്ടോ. കാജൽ വെച്ച് ഞാൻ ആദ്യം തന്നെ വാട്ടർ ലൈൻ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കും കേട്ടോ. അപ്പോൾ എനിക്ക് എന്തായാലും ക്യാമറയിൽ നോക്കിയിട്ട് വരയ്ക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഒരു മിറർ യൂസ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഞാൻ രണ്ട് വാട്ടർ ലൈനും ഫില്ല് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി ഈ കാജലിൻ്റെ ഉപയോഗം നമുക്കില്ല. കാജൽ നമുക്ക് ഇഷ്ടമുള്ള ഏത് വേണേലും കാജൽ എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഏതോ ഒരു കൈ കിട്ടിയ ഏതൊരു ശീതളിൻ്റെ ഒരു കാജലാണ് കേട്ടോ എടുത്തേക്കണത്. ഇത് നല്ലൊരു കാജൽ തന്നെയാണ് കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഞാൻ ഇതിൻ്റെ റിവ്യൂ ഒക്കെ പണ്ടെപ്പോഴോ ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ ഫസ്റ്റ് എഴുതുന്നതെന്ന് വെച്ച് നമുക്ക് മേലെ എഴുതണം. ഫസ്റ്റ് ഞാൻ എഴുതാൻ ഇവിടെ നിന്നായിരിക്കും കേട്ടോ. ഈ ഒരു മിഡിൽ പാർട്ടീഷൻ ടു എൻഡിലേക്കായിരിക്കും കേട്ടോ ഞാൻ ചെയ്യാറ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ സ്റ്റാർട്ടിങ്ങിൽ ഇതുണ്ട് ഇതുപോലെ സ്റ്റാർട്ടിങ് വെച്ചിട്ട് യോജിപ്പിക്കാറാണ് പതിവ്. പിന്നെ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ തിക്നെസ് നമുക്ക് ഇഷ്ടമുള്ള അനുസരിച്ച് നമുക്ക് എടുക്കാം കേട്ടോ. പിന്നെ എല്ലാവരും താഴെ നിന്നായിരിക്കും കേട്ടോ ഒരു വാലിടുക. ഞാൻ പക്ഷേ സിമ്പിളായിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ചെറിയ വാല് കൊടുക്കും. ഇത് കുറച്ച് നീണ്ടുപോയി. ഒരു ചെറിയ രീതിയിലാട്ടോ ഞാൻ കൊടുക്കാറ്. ഇവിടെ ഇട്ടങ്ങ് വയ്ക്കും ഞാൻ. പിന്നെ നമ്മൾ ഈ ഇന്നർ കോർണറാണ് കേട്ടോ ഫോക്കസ് ചെയ്യണത്. എന്നിട്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് യോജിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മൾ മുകളിലത്തെ ആ ഒരു രീതി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് താഴത്തേക്ക് വാട്ടർ ലൈനിൻ്റെ താഴെ നോക്കാം കേട്ടോ. ഇവിടെയാണ് കറണ്ട് ഇല്ല, അപ്പോൾ അതിൻ്റെ ചെറിയൊരു ബുദ്ധിമുട്ടാണ്. നമ്മൾ ഈ വാട്ടർ ലൈനിൻ്റെ തൊട്ട് താഴെയാണ് വരയ്ക്കുന്നത്. ഒരുപാട് മേലോട്ട് പോകുന്നില്ല, ഒരുപാട് താഴോട്ട് പോകുന്നില്ല. തൊട്ട് താഴെ വാട്ടർ ലൈനിൻ്റെ തൊട്ട് താഴെയായിട്ടാട്ടോ വരയ്ക്കുന്നത്. പിന്നെ ഇവിടെ കുറച്ച് തിക്നെസ് അങ്ങ് കൂട്ടി കൊടുക്കും. അപ്പോൾ ഇതാണ് കേട്ടോ ഫൈനൽ ലുക്ക്. അപ്പോൾ ഇപ്പുറത്തെ കണ്ണ് എഴുതിയിട്ട് വരാം, കാരണം മിറർ നോക്കിയിട്ട് എഴുതാൻ ഭയങ്കര പാട്. അപ്പോൾ ഫൈനൽ ലുക്ക് ഇതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ വരുമ്പോഴേക്കും ബൈ.